നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. രോഗികൾ നേരിടുന്നത് ഇരട്ടി ദുരിതം. ജില്ലയിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സന്നദ്ധ സംഘടനകൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സജീവം. കണക്കിൽ രസച്ചരടുകൾ തീർത്ത് മാന്ത്രിക കളമൊരുക്കി പടന്നെ വടക്കേക്കാട്ടെ വിനോദ് ശ്രദ്ധേയനാകുന്നു. നിർമ്മാതളങ്ങളെ പ്രണയിച്ച മാധവിക്കുട്ടിയുടെ 6ാം അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ യോഗങ്ങൾ നടന്നു. ഓട്ടുർമ ശല്യത്തിൽ വലഞ്ഞ് കുരുന്നുകൾ. കയ്യൂർ ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്കാണ് ദുരിത പഠനം നടത്തേണ്ടി വരുന്നത്. ഇറച്ചിക്കോഴികളും നാണിക്കും ഈ പഠനം കണ്ടാൽ. മച്ചമ്പാടിയിലെ കുരുന്നുകൾക്ക് പഠനം കോഴിഫാമിൽ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജനറൽ ആശുപത്രി ലിഫ്റ്റ് വീണ്ടും തകരാറിൽ. രോഗികൾക്ക് ഇരട്ടി ദുരിതം. ബുധനാഴ്ചയാണ് വീണ്ടും ലിഫ്റ്റ് തകർന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ ദയനീയാവസ്ഥയ്ക്ക് അറുതിയാകുന്നില്ല. ചികിത്സയ്ക്കെത്തുന്നവർ രോഗങ്ങളോടൊപ്പം ആശുപത്രിയുടെ ദുരിതവും പേറേണ്ടി വരുന്നു. ലിഫ്റ്റ് ഒരിക്കൽ കൂടി തകർന്നു. ഇതോടെ രോഗികൾക്ക് രോഗത്തോടൊപ്പം ദുരിതത്തിന്റെ ഭാരവും പേറി സ്റ്റെപ്പ് കയറേണ്ട ഗതികേടിലാണ്. ബുധനാഴ്ചയാണ് വീണ്ടും ലിഫ്റ്റ് തകരാറിലായത്. എന്നാൽ ഏറെ വൈകിട്ടും അത് നന്നാക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല. മഴയെത്തിയില്ലെങ്കിലും മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടെ സജീവം. ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല, ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. നാലിലങ്കണ്ടം സംഘചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അതിനെ ചെറുക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ KM അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വിറകിൻ്റെ ഒപ്പം ഇട്ട് കത്തിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, ആ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷമാണ്. സിഗരറ്റൊക്കെ വലിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ്, 10ഓ 20ഓ മടങ്ങ് അധികം വിഷമുള്ള സാധനമാണ് നമ്മൾ കത്തിക്കുക വഴി ഈ പുകയായിട്ട് ശ്വസിച്ച് ഉള്ളിലേക്ക് കയറ്റുന്നത്. കുട്ടികളെ, ചെറിയ ആളുകളെ സംബന്ധിച്ച് വന്ധ്യത അടക്കം, ക്യാൻസറിന് പുറമെ വന്ധ്യത അടക്കം ഉണ്ടാകാൻ പ്രധാന കാരണമായിട്ടുള്ള ഒരു വിഷവസ്തുവാണ്. അപ്പോൾ ഇത് നമ്മൾ അറിയാതെ ചെയ്യാം അല്ലേ. നമ്മൾ വീട്ടിൽ വന്നു, ഒരു 4 കവർ ഒരു ദിവസം വന്നു, അത് വൈകുന്നേരം എടുത്ത് കത്തിച്ചു. അപ്പോൾ യാതൊരു കാരണവശാലും നമ്മളിത് കത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ്. അതുപോലെ തന്നെ മണ്ണിലേക്ക് ഇട്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അന്താരാഷ്ട്ര മണ്ണ് സംരക്ഷണ വർഷമാണ്. അപ്പോൾ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജീവനുള്ള നമ്മുടെ മണ്ണിനെ കൊല്ലുന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തുക. K. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കയ്യൂർ PHCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ സലീം വിഷയാവതരണം നടത്തി. C. മധു, സുകേഷ് A എന്നിവർ സംസാരിച്ചു. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹന ഭാഗമായുള്ള പച്ചക്കറി വിത്ത് വിതരണവും നടന്നു. കണക്കിലെ എളുപ്പവഴികൾ തേടി വിനോദ്. മത്സ്യത്തൊഴിലാളിയായ വിനോദ് തീർത്തത് ഗണിതത്തിലെ മാന്ത്രിക ചതുരങ്ങൾ. ജീവിതവൃത്തിക്കായി മീൻപിടുത്തത്തിലേർപ്പെടുമ്പോഴും പടന്ന വടക്കേക്കാട്ടെ വിനോദിന്റെ ചിന്തകൾ ഗണിതത്തിലെ എളുപ്പവഴികളെക്കുറിച്ചാണ്. കൂട്ടിയും കുറച്ചും ചിലപ്പോൾ ഹരിച്ചും ഗണിതത്തെ രസകരമാക്കുന്ന ഒട്ടേറെ കളികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ. ദാരിദ്ര്യവും രോഗവും പഠനത്തിന് തടസ്സമായി നിന്നപ്പോൾ 9ാം തരത്തിൽ പഠനം നിർത്തിയ വിനോദിന് പക്ഷേ ഉള്ളിലെ ഗണിതത്തിനോടുള്ള ഇഷ്ടം നിലച്ചിരുന്നില്ല. വഴിതെറ്റിക്കുന്ന കണക്കിനെക്കുറിച്ചല്ല, ശരിയായ ഉത്തരം കണ്ടെത്താനുള്ള എളുപ്പമാർഗങ്ങളെക്കുറിച്ചാണ് വിനോദിന്റെ കണ്ടെത്തലുകൾ ഏറെയും. പടന്നയിലെ ഉൾനാടൻ ജലാശയത്തിലെ മത്സ്യത്തൊഴിലാളിയാണ് TV വിനോദ്. രാത്രികാലങ്ങളിൽ വള്ളങ്ങളിൽ മീൻപിടുത്തത്തിലേർപ്പെടുമ്പോഴാണ് വിനോദ് കണക്കിലെ രസച്ചരടുകൾക്ക് പിന്നാലെ പോകുന്നത്. ഏറ്റവും ഒടുവിൽ കണക്കിലെ 2 മാന്ത്രിക ചതുരങ്ങൾ തീർത്തുകൊണ്ടാണ് വിനോദ് താരമായിരിക്കുന്നത്. ചെറു കളങ്ങളിൽ മാത്രം കണ്ടുപരിചയമുള്ള ഗണിതത്തിലെ കളികളെ വലിയ കളത്തിലെത്തിച്ചാണ് വിനോദ് വിജയിച്ചിരിക്കുന്നത്. ഇത്തരം ഒട്ടേറെ രസകരമായ ആശയങ്ങളുമായി നടക്കുന്ന വിനോദിന് കുട്ടികൾക്ക് മുന്നിൽ എളുപ്പവഴികളുടെ ക്ലാസ് എടുക്കാനും അവസരം ലഭിക്കാറുണ്ട്. കണക്കിനോട് ഗുസ്തി പിടിക്കാതെ പഠനം രസകരമാക്കുന്ന വിദ്യകളുമായി കുട്ടികൾക്ക് മുന്നിൽ അധ്യാപകന്റെ റോളിലും വിനോദ് തിളങ്ങാറുണ്ട്.
വിനോദിന്റെ മാന്ത്രിക ചതുരങ്ങൾ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: 1 മുതൽ 256 വരെയുള്ള കളങ്ങൾ. അക്കങ്ങൾ എങ്ങോട്ട് കൂട്ടിയാലും 2056 കിട്ടും. തലങ്ങനെയും വിലങ്ങനെയും കുറുകയും കൂട്ടി നോക്കിയാലും ഉത്തരം 2056 മാത്രമായിരിക്കും. 1 മുതൽ 81 വരെയുള്ള അക്കങ്ങൾ എഴുതിയ മറ്റൊരു ചതുരവും തീർത്തിട്ടുണ്ട്. ഇവിടെ 369 ഉത്തരമായി ലഭിക്കുന്നത്. കണക്കിനെ കൈപ്പിടിയിലൊതുക്കി ചെറുപ്പക്കാരൻ തീർക്കുന്ന രസച്ചരടുകൾ പഠനവഴിയിൽ കുട്ടികൾക്കും മാതൃകയാക്കാവുന്നതാണ്. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കുരുന്നുകൾ അക്ഷരം പഠിക്കുന്നത് കോഴി ഫാമിൽ. മച്ചമ്പാടിയിലാണ് ഭീതി നിറയുന്ന ഈ വിദ്യാകേന്ദ്രം. അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ വൻ ദുരന്തമായിരിക്കും ഫലം. പ്ലീസ് ദയവ് ചെയ്ത് ഇത് കോഴിക്കോടാണോ എന്ന് ചോദിക്കരുത്. ഇത് നിരവധി കുട്ടികൾ അറിവിന്റെ ആദ്യാക്ഷരം വായിച്ചെടുക്കുന്ന അംഗനവാടിയാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ മച്ചമ്പാടിയിലാണ് ഈ ദുരിത കാഴ്ചയുള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഈ കുട്ടികൾ ഈ കോഴിക്കൂട്ടിലിരുന്നാണ് അക്ഷരങ്ങൾ അഭ്യസിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ കോഴി ഫാമിനെയാണ് അധികാരികൾ അംഗനവാടിയാക്കി മാറ്റിയത്. ഇതിന് പ്രതിമാസം 200 രൂപ വാടകയും നൽകണം. ദ്രവിച്ചു നിൽക്കുന്ന മേൽക്കൂരയും ഇളകി നിൽക്കുന്ന ചുമരും അപകടം വിളിച്ചോതുമ്പോൾ ഭീതിയോടെയാണ് കുരുന്നുകൾ ഇതിനിടയിൽ പഠിക്കുന്നത്. ഒരു മഴക്കാലം കൂടി കടന്നു വരാനിരുങ്ങുമ്പോൾ ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന പേടിയിലാണ് കുട്ടികളും അംഗനവാടിയിലെ ജീവനക്കാരും. പാവങ്ങളുടെ മക്കൾ ആശ്രയിക്കുന്ന അംഗനവാടിയെ തിരിഞ്ഞു നോക്കാൻ പോലും അധികാരികൾക്ക് സമയമില്ല. നിരവധി വട്ടം പരാതി നൽകിയിട്ടും പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അംഗനവാടിയാക്കിയത് ആക്കിയിട്ട് ഇപ്പോൾ സാധാരണ ഒരു 4 കൊല്ലം കഴിഞ്ഞു. ആരെങ്കിലും മെമ്പർ എല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ആരും തിരിഞ്ഞ് നോക്കുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറി കൂടെ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. സാമാനം ITCൻ്റെ എല്ലാം വരുന്നു. ബെഞ്ചും അതും ഇത് സാമാനം കൊടുത്ത് ഫുള്ള് തുറച്ചിന്. ചെറിയൊരു കോഴി ഗവൺമെൻറ് ഉള്ളിൽ ഗ്യാസ് കിടാക്ക ഈ ഫർണിച്ചർ വെക്കണം. ആകെ ഉള്ളത് ചെറിയൊരു റൂം. അതിൻ്റെ അടുത്ത് കിണം കിടാക്ക കിണത്തിരിക്കുന്നു. കിണത്തിരത്തിലെ പായുന്നു. അപ്പുറത്തുള്ള നായിൻ്റെ കൂടും. നായ്ക്ക് പേടിക്കുന്നു. കിടാക്ക വരുന്നില്ല സ്ഥലത്ത് വളവടിക്ക് വരുന്ന ബന്ധങ്ങൾ പിറ്റൻ വരുന്നില്ല. നായി ഇവിടെ ബാധക വന്നിട്ട് കിടക്കുന്നു. ഇങ്ങനത്തെ ഇതിനെ ഉത്തരവാദിത്തം ആരും നോക്കുന്നുമില്ല. മാട് കാറ്റിക്ക് പാറിയിട്ട് ഉള്ളിൽ ചണ്ടിയായിട്ട് ചേറായിട്ട് കിടാക്ക പനി വന്നിട്ട് എന്തെല്ലാമാണ്. പിന്നെ ഹെൽത്ത് ടൂർ വരുന്നവർ ഒരിക്കൽ നോക്കുന്നവർ പോകുന്നവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ. പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകിയാൽ കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ബ്ലോക്ക് പഞ്ചായത്ത് വക 9 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് വക 1 ലക്ഷവും ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട്. സോജറി കൊടുക്കുന്നു 4 സെൻസ് ജാഗ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് സെക്രട്ടറിന്റെ മേലെ അത് കൊടുത്തിട്ടില്ല, കൈമാറിയിട്ടില്ല. കൈമാറിയെങ്കിൽ ഇൻഷാള്ള അതിന് ഞാൻ ഇതാക്കിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിന്. ബാലോടി കെട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിന്. അതിലേക്ക് 8 ലക്ഷം റുപ്യ ബ്ലോക്കിലും വെച്ചിന്, 1 ലക്ഷം റുപ്യ ഞാൻ പഞ്ചായത്ത് പാടിലും വെച്ചിന്. എന്നാൽ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം മാത്രം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാവണീശ്വരം കീറ്റുവളപ്പ് പ്രതീക്ഷ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 3ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ നടന്നു. SLC+2 വിജയികളെ അനുമോദിച്ചു. രാവണീശ്വരം കീറ്റുവളപ്പ് പ്രതീക്ഷ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് അംഗം P. കാര്യമ്പു ഉദ്ഘാടനം ചെയ്തു. പുരുഷ സ്വയം സഹായ സംഘത്തെ സഹായിക്കാൻ ഇപ്പോഴും ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം യാതൊരു നടപടിയും സ്വീകരിച്ചു കാണുന്നില്ല. ഇപ്പൊ കുടുംബശ്രീ സംവിധാനം ലിങ്കേജ് ലോൺ പോലുള്ള ലോണുകളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പുരുഷ സ്വയം സഹായ സംഘത്തിന് ആ രീതിയിലുള്ള സഹായങ്ങളൊന്നും തന്നെ ലഭ്യമാകാത്ത അവസ്ഥയാണ് ഇന്നും ഈ ഗവൺമെന്റ് ഭാഗത്തുള്ളത്. അതിനു വേണ്ടിയുള്ള പ്രോജക്റ്റുകളൊന്നും തന്നെ തയ്യാറാക്കാൻ ബന്ധപ്പെട്ട ഗവൺമെന്റ് തയ്യാറാവാത്തതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സംഘങ്ങൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതിന്റെ ഗുണഭോക്താക്കൾ തന്നെ എടുത്തുണ്ടാക്കുന്ന ഫണ്ടുകൾ വിനിമയം ചെയ്യുക എന്നുള്ളതല്ലാതെ കൂടുതൽ നമുക്ക് സ്വയം സഹായ സംഘം എന്നുള്ള നിലയ്ക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തന്നെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഡോക്ടർ CK നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. മിനി, VEO ഉമേഷ് കുമാർ, ബീന, തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. V. കൃഷ്ണൻ അധ്യക്ഷനായി. PV ദാമോദരൻ സ്വാഗതം പറഞ്ഞു. മലയാള സാഹിത്യത്തിന്റെ നീർമാതളം മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ വിട പറഞ്ഞിട്ട് 6 വർഷം പൂർത്തിയാവുന്നു. പ്രിയ എഴുത്തുകാരിയുടെ ഓർമ്മ പുതുക്കാൻ കുട്ടമത്ത് പൊന്മാലത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കുട്ടമത്ത് മലബാർ വി രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. സീതാദേവി കരിയാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി.
അമ്മ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ശരിക്കും നോക്കിയിട്ട് കരഞ്ഞു പോകുന്ന ഒരു ചിത്രമുണ്ട്. എത്രയോ പ്രാവശ്യം അവരുടെ കൂടെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇളയ മകനും പറയുന്നു അത് അമ്മ വരണ്ട, അമ്മ വരുന്നത് ഒരു കുറച്ചിലാണ്. സ്കൂളിലെ ഒരു മീറ്റിങ്ങിന് മകൻ അപ്പൊ അമ്മ പുതിയ കല്യാണത്തിന് വാങ്ങിയ പട്ടുസാരി എടുത്തിട്ട് വരാലോ. മകൻ പറഞ്ഞു അമ്മ വരണ്ട, അതൊരു കുറച്ചിലാണ്, അച്ഛൻ വന്നാൽ മതി എന്ന് പറയുന്നതിലേക്ക്. കാരണം അവരങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരുടെ കല്യാണം വെച്ച് നോക്കുമ്പോൾ അവര് വളരെ നല്ല യൗവനയുക്തയായ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയായിരുന്നു. ആ ഒരു കുടുംബകാര്യങ്ങൾ മുഴുവൻ തന്റെ ചുളവിൽ കൊണ്ട് നടന്ന് ജോലി ചെയ്ത് വീട്ടു കാര്യങ്ങൾ മൊത്തം നോക്കി അവര് കുടുംബത്തിലെ അവരുടെ ഭർത്താവിനെയും അവരുടെ മക്കളെയും എല്ലാം നോക്കി പരിചരിച്ച് അവരുടെ അച്ഛനമ്മമാരെയെ നോക്കി പരിചരിച്ച് അങ്ങനെ എത്രയോ കാലഘട്ടങ്ങളിലൂടെ വന്ന് അവസാനം അവരൊരു കൊലാടിനെ സമമാക്കി തീർത്തതിന്റെ ഉത്തരവാദിത്വം ശരിക്കും ആയിരിക്കാണ്. ആ കുടുംബത്തിലുള്ള ഓരോരാളുകളുടെ അതിന് കാരണക്കാരില്ല. പി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. SLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ പി വേണുഗോപാലൻ അനുമോദിച്ചു. ഇ ശ്രീലത ടീച്ചർ, വി ചന്ദ്രൻ, ഇന്ദു എന്നിവർ സംസാരിച്ചു. കുന്നുമ്മൽ GLP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും വിതരണം ചെയ്തു. ശ്രീ സുധീന്ദ്രൻ ഫൗണ്ടേഷൻ ഭാരവാഹികളാണ് ബാഗും കുടയും എത്തിച്ചത്. കുന്നുമ്മൽ GLP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ശ്രീ സുധീന്ദ്ര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബാഗും കുടയും എത്തിച്ചു. സുധീന്ദ്ര ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ KG പൈ ബാഗും കുടയും വിതരണം ചെയ്തു. ബാഗും പുസ്തകവും ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഒരു വിധത്തിലെ കുറവും ഇവിടില്ല. നല്ല പരിചയസമ്പന്നരായ ടീച്ചർമാരും വളരെ നല്ല ക്വാളിഫൈഡാണ്, ഒരുപാട് കൊല്ലത്തേന്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എല്ലാം പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും നന്നായി പഠിച്ച് നല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആയി നിങ്ങളെല്ലാവരും ആവണം എന്ന ആഗ്രഹമാണ് ഞാനിവിടെ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത്. സ്കൂൾ വികസന സമിതി മുഖ്യരക്ഷാധികാരി വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷനായി. ഹെഡ് മാസ്റ്റർ EV സേവ്യർ, രാജൻ മാസ്റ്റർ, രാമേട്ടൻ എന്നിവർ സംസാരിച്ചു. ശിശുവിദ്യാഭ്യാസത്തിനുള്ള അധ്യാപക പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മോണ്ടിസോറി അധ്യാപക പരിശീലനത്തിനായി വിവിധ കോഴ്സുകൾ നടത്തിവരുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് അധ്യാപക പരിശീലന പരിപാടി നടക്കുന്നത്. വടകര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രീ സ്കൂൾ TTC കോഴ്സുകളാണ് നടത്തുന്നത്. റെഗുലർ, ഹോളിഡേ, ഡിസ്റ്റൻസ് ബാച്ചുകളിൽ പഠിക്കാൻ സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വടകരയിലെ പഠന കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ്. മിനിമം യോഗ്യത SLC ആണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണൽ മോണ്ടിസോറി ഒരു വർഷം യോഗ്യത, +2 ആണ് യോഗ്യത പറയുന്നത്. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി ചെയ്യാവുന്നതാണ്. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രിയാണ് മിനിമം യോഗ്യതയായി വെച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രൊജക്ട് കോർഡിനേറ്റർ ലിബിൻ അലക്സാണ്ടർ, KR സൗമിനി എന്നിവർ പങ്കെടുത്തു. ഒട്ടുറുമ ശല്യത്തെ തുടർന്ന് വലയുകയാണ് കയ്യൂർ ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ക്ലാസ് മുറിയിൽ കയറാൻ കഴിയാത്തതിനാൽ മരത്തണലിലാണ് ഇപ്പോൾ കുട്ടികളുടെ പഠനം. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദവുമായി കുട്ടികളെല്ലാം പുതിയ ക്ലാസ്സിൽ പഠനം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ സ്വന്തം ക്ലാസ്സിലേക്ക് ഒന്ന് കാലെടുത്തു കുത്താൻ പോലും സാധിക്കാതെ സ്കൂൾ മുറ്റത്തെ മരത്തണലിരിക്കുകയാണ് കയ്യൂർ ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ. ഓട്ടുറുമ ശല്യം വ്യാപകമായതോടെയാണ് കുട്ടികളുടെ പഠനം സ്കൂളിന് പുറത്തായത്. ഓടുമേഞ്ഞ സ്കൂൾ കെട്ടിടം നിറയെ പ്രാണികളാണ്. കഴുക്കോൽ മുതൽ സ്കൂൾ ഫയലുകൾ സൂക്ഷിക്കുന്ന അലമാര വരെ എല്ലായിടത്തും ആയിരക്കണക്കിന് പ്രാണികൾ നിറഞ്ഞിരിക്കുന്നു. കൂട്ടം കൂട്ടമായാണ് ഇവ കാണപ്പെടുന്നത്. ശല്യം കാരണം കുട്ടികൾക്ക് ക്ലാസ്സിലിരിക്കാനോ അധ്യാപകർക്ക് ഓഫീസിലിരിക്കാനോ സാധിക്കാതെ വന്നപ്പോഴാണ് പഠനം മരത്തണലിലേക്ക് മാറ്റിയത്. കഴുക്കോലിൽ താമസമാക്കിയ പ്രാണികൾ കുട്ടികളുടെ ദേഹത്ത് വീണാൽ ചൊറിയും പൊള്ളലും അനുഭവപ്പെടുന്നുവെന്ന് അധ്യാപകർ പറയുന്നു. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി ഇവയെ നീക്കം ചെയ്യാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രാണികളുടെ എണ്ണം കൂടുതലായതിനാൽ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല.
ഓട്ടുടമകൾ പുറത്തുവിടുന്ന ദ്രാവകത്തിന് അസഹ്യമായ ദുർഗന്ധവുമുണ്ട്. ആരോഗ്യ വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും മണ്ണെണ്ണ ഉപയോഗിച്ചാൽ ഇവ ഒഴിഞ്ഞുപോകും എന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. സ്കൂൾ അധികൃതർ നാട്ടുകാരുടെ സഹകരണത്തോടെ മണ്ണെണ്ണ പ്രയോഗം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. രക്ഷിതാക്കളും അധ്യാപകരുടെയും സഹായത്തോടെ മെയ് മാസം മുതൽ ഓട്ടുടമയെ എന്ന ജീവിയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. ചിമ്മിണി അടിച്ചിട്ട് കഴിയും പരമാവധി നോക്കി. ഹെൽത്തുകാർ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ചിമ്മിണി അടിച്ചാൽ ശരിയാവുന്ന വെച്ചാൽ അവർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്നതിന് മുമ്പ് ഇതുപോലെ ഉണ്ടായി. ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ 2 ആഴ്ച മെയ് മുതലുണ്ട് രക്ഷിതാക്കളും അധ്യാപകരും ഇതിനെ കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ വീണ്ടും ആ ഓട്ടിൻ്റെ ഇടയിൽ അത് വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. കേവലം നിർദ്ദേശങ്ങൾ മാത്രം നൽകുന്ന ആരോഗ്യ വകുപ്പ് ഈ സംഭവം ഗൗരവമായി എടുത്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. സ്കൂൾ സന്ദർശിച്ച സംഭവത്തിന്റെ തീവ്രത മനസ്സിലാക്കാനോ കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകാനോ ഇവർ തയ്യാറായിട്ടില്ല. 4 ക്ലാസ് മുറികൾ, ഒരു ഓഫീസ്, ഭക്ഷണപ്പുര, വായനാമുറി എന്നിവ അടങ്ങുന്നതാണ് സ്കൂൾ കെട്ടിടം. ഇവയിൽ 4 ക്ലാസും ഓഫീസും പൂർണ്ണമായും ഈ പ്രാണിശല്യത്തിലാണ്. സ്കൂളിൽ മാത്രമല്ല തൊട്ടടുത്ത വീടുകളിലും ഓട്ടുടമശല്യം രൂക്ഷമാണ്. മഴയില്ലാത്തതിനാൽ 2 ദിവസങ്ങളിൽ കുട്ടികളെ മരത്തണലിരുത്താൻ കഴിഞ്ഞു. എന്നാൽ കാലവർഷം എത്തിയാൽ എന്തു ചെയ്യുമെന്നറിയാതെ വലയുകയാണ് അധ്യാപകർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചട്ടഞ്ചാൽ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ പൊയിനാച്ചി ശാഖ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാവിലെ 11 മണിക്ക് മന്ത്രി അടൂർ പ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്ട്രോങ് റൂം ഉദ്ഘാടനം DCC പ്രസിഡന്റ് C. K. ശ്രീധരനും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം ബാലകൃഷ്ണ വോർക്കുടിലും നിർവഹിക്കും. പാദൂർ കുഞ്ഞാമു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പൊയിനാച്ചിയിൽ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു ഈവനിങ് ബ്രാഞ്ച് ആരംഭിക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനിച്ചു. അതിന് അംഗീകാരം കിട്ടി. അത് നാളെ 11 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശ് 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പാദൂർ കുഞ്ഞാമു ഹാജി, TD കബീർ, അബ്ബാസ് ബന്താട്, മൻസൂർ കുരിക്കൽ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. രോഗികൾ നേരിടുന്നത് ഇരട്ടി ദുരിതം. ജില്ലയിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സന്നദ്ധ സംഘടനകൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സജീവം. കണക്കിൽ രസച്ചരടുകൾ തീർത്ത് മാന്ത്രിക കളമൊരുക്കി പടന്ന വടക്കേക്കാട്ടെ വിനോദ് ശ്രദ്ധേയനാകുന്നു. നിർമ്മാതളങ്ങളെ പ്രണയിച്ച മാധവിക്കുട്ടിയുടെ 6ാം അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ യോഗങ്ങൾ നടന്നു. ഓട്ടുടമശല്യത്തിൽ വലഞ്ഞ് കുരുന്നുകൾ. കയ്യൂർ ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്കാണ് ദുരിത പഠനം നടത്തേണ്ടി വരുന്നത്. ഇറച്ചിക്കോഴികളും നാണിക്കും ഈ പഠനം കണ്ടാൽ. മച്ചമ്പാടിയിലെ കുരുന്നുകൾക്ക് പഠനം കോഴിഫാമിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.